ഹലോ, വെൽക്കം ബാക്ക് ടു രുചി എക്സ്പ്രസ്. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഹോട്ട് ആൻഡ് സോട്ട് ചിക്കൻ സൂപ്പ് തയ്യാറാക്കിയെടുത്താലോ? അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ടൊരു പാത്രം വെച്ചിട്ട് അതിൽ ഞാനൊരു 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു സവാള വലുതായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞൊരു 1/2 ടീസ്പൂൺ ഇഞ്ചിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെ അതിലോട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ചിക്കനാണ്. ബോൺലെസ് ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചിക്കൻ ഏകദേശം ഒരു 200 ഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കൊന്നും വേണ്ട, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു ഏകദേശം ഒരു 25-30 മിനിറ്റോളാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ടൈം ആയിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഈ വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ചൂടുള്ള കാലത്തൊക്കെ അധികം തണുത്ത ഫുഡിനോടാണ് താല്പര്യം ഉണ്ടാവുക. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാവും. ഇനി നമുക്ക് ഈ ചിക്കന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പിച്ചിട്ടെടുക്കാം. മാത്രമല്ല ഇവിടെ ഇക്കാക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സൂപ്പ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഏകദേശം ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അപ്പോൾ പാന് ചൂടായതിനു ശേഷം നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. ഇതുപോലത്തുള്ള ഐറ്റംസുകൾക്ക് വെളിച്ചെണ്ണയുടെ രുചി അത്ര നല്ലതല്ല. അപ്പോൾ ഇനി നമുക്ക് ഈ പാനൊന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഒരു 1/4 കപ്പ് ചെറുതായി അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ്, 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം ബീൻസും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാബേജും കൂടെ യൂസ് ചെയ്യാം. ഞാനിവിടെ ക്യാബേജ് ഇട്ടിട്ടില്ല. പിന്നെ ഇനി 1 ടീസ്പൂണോളം കുരുമുളക്, അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സോസുകളാണ് വേണ്ടത്. അപ്പോൾ ഒരു ചില്ലി സോസ് ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം സോയാ സോസ്, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം വിനാഗിരി. ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ ചിക്കൻ ഇല്ലേ, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ, അതും കൂടെ ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്ന് കട്ടി കുറവുള്ള പോലെ തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 ടീസ്പൂണ് കോൺഫ്ലവർ, 1 ടീസ്പൂൺ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു മിശ്രിതം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോൺഫ്ലവർ ആയതുകൊണ്ട് കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ കോൺഫ്ലവർ കൂടാനും പാടില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സേവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല, നല്ല സിമ്പിളാണെന്ന് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. രുചി വിശേഷങ്ങളുമായി രുചി എക്സ്പ്രസ്സിലൂടെ വീണ്ടും നമുക്ക് കാണാം. താങ്ക്